പടക്കം പൊട്ടിക്കുന്നതിന് തെറ്റില്ല. കാരണം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കരിമരുന്ന് പ്രയോഗിക്കുന്നത് നല്ലതാണെന്ന് അല്ലാമ ശിഹാബുദ്ദീൻ ഷാലിയാത്തിന്റെ പേരക്കുട്ടിയാണ് ഖോജ ഇബ്രാഹിം സഖാഫി. ഷാലിയാത്തി തങ്ങൾ ഫത്താവയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കരിമരുന്ന് പ്രയോഗിക്കുമ്പോൾ അണുക്കൾ ചത്തുപോകും. ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയൊക്കെ നിറയെ മാലിന്യങ്ങൾ ഉണ്ടാകും. ആ ഉദ്ദേശത്തോടു കൂടി കരിമരുന്ന് പ്രയോഗം പഴയ കാലത്തൊക്കെ നേർച്ചകളിലൊക്കെ നടത്താറുണ്ട്, വലിയ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്. അത് അങ്ങനത്തെ ഒരു നീയത്തോടു കൂടിയാണ്, അട്ടഹാസത്തോടു കൂടിയല്ല. കോഴിക്കോട് നാദാപുരത്ത് കാറിൽ വെച്ച് പൊട്ടിയത് ഉഗ്രശേഷിയുള്ള ഗുണ്ടെന്ന ഫോറൻസിക് റിപ്പോർട്ട്. അതിനിടെ കല്ലാച്ചിയിൽ നടു റോഡിൽ പടക്കം പൊട്ടിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15 ആളുകൾക്കെതിരെ കേസെടുത്തു. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഒരു സംഘം യുവാക്കൾ തലശ്ശേരിയിൽ നിന്ന് വലിയ അളവിൽ പടക്കവുമായി കാറിൽ നാദാപുരത്തേക്ക് എത്തിയത്. നാദാപുരം പേരോട് വെച്ച് ഇവർ കാറിനുള്ളിൽ വെച്ച് ഈ പടക്കം പൊട്ടിച്ച് പുറത്തേക്കെറിഞ്ഞു. അങ്ങനെയാണ് അപകടമുണ്ടായത്. അതിൽ ഒരു യുവാവിന്റെ കൈപ്പത്തി തന്നെ അറ്റുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പൊതുജനങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട്, അതായത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നടു റോഡിൽ വെച്ച് കല്ലാച്ചിയിൽ ഇങ്ങനെ പടക്കം പൊട്ടിച്ച സംഭവം ഉണ്ടായത്. തുടർന്ന് പോലീസിനെ ഈ നാട്ടുകാർ വിവരം അറിയിച്ചെങ്കിലും പോലീസ് കൃത്യസമയത്ത് എത്തിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് കേസ്. കൂടാതെ കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച യുവാക്കൾക്കെതിരെ 50ഓളം യുവാക്കൾക്കെതിരെ വളയം പോലീസും കേസെടുത്തിരുന്നു.